നമ്മുടെ വീട്ടില് ഏതെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്തവരാണ് നമ്മൾ മുഴുവനും എന്നുള്ളവര്. എത്ര പേരുണ്ട്? ആർക്കും രോഗമില്ല. അച്ഛന് ഒരു ജീവിതശൈലി രോഗവുമില്ല, അമ്മയ്ക്ക് ഒരു ജീവിതശൈലി രോഗവുമില്ല, പിള്ളേർക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ജീവിതശൈലി രോഗമില്ല, നമ്മൾ അറിയുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ ഒരു രോഗമില്ല എന്നുള്ള ആളുകൾ എത്ര പേരുണ്ട്? ഒരു കൈ പോലും പൊങ്ങി കാണുന്നില്ലല്ലോ. ഒരു കൈ പോലും. തിരിച്ചു ചോദിച്ചാൽ എല്ലാവരുടെയും കൈ പോകും അല്ലേ? എന്തോ ഈ ജീവിതശൈലി രോഗം? നമ്മൾ ക്ലാസ് ഒന്നും അല്ല, നമ്മൾ ഒരുമിച്ച് ഇത്തിരി സമയം ഈ ഗുരുദേവ സന്നിധിയിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ ജീവിതശൈലി രോഗം? പ്രഷറും ഷുഗറുമാണ് ജീവിതശൈലി രോഗം അല്ലേ? ശരിയാണ്, ശരിയല്ലേ? ശരിയല്ല, ഞാൻ തെറ്റ് പറഞ്ഞാൽ എന്നെ തിരുത്തണം കേട്ടോ. പ്രഷറും ഷുഗറുമാണ് ജീവിതശൈലി രോഗം. അത് മാത്രമേ ഉള്ളൂ. കൊളസ്ട്രോളും ജീവിതശൈലി രോഗമാണ്. പിന്നെയോ കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, ഏതാ കുടവയറ് അല്ലേ? കുടവയറിന് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞാൽ പൊണ്ണത്തടി, ഒബീസിറ്റി എന്ന് നമുക്ക് പറയാം. പൊണ്ണത്തടി അല്ലേ? കുടവയറ് എന്ന് പറയുന്നത് ചുമ്മാ ഒരാൾക്ക് കുടവയറ് വരില്ല, എന്നെ കണ്ടില്ലല്ലോ അല്ലേ? ഞങ്ങൾ മാറിയത്. അപ്പോൾ പൊണ്ണത്തടി അഥവാ ഒബീസിറ്റി എന്ന് നമ്മൾ പറയുന്നത് ജീവിതശൈലി രോഗമാണ് അല്ലേ? വേറെ നമ്മളിപ്പോൾ ഒരുപാട് അലട്ടുന്ന വേറെ രോഗങ്ങളുണ്ട്. ക്യാൻസർ ജീവിതശൈലി രോഗമാണോ? ജീവിതശൈലി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണോ ക്യാൻസർ? സംശയമൊന്നും വേണ്ട. അതെ കേട്ടോ. നമ്മുടെ അടുത്ത് നമുക്കറിയാവുന്ന ഡയാലിസിസിന് പോകുന്ന ആളുകൾ, കിഡ്നി രോഗികൾ, പാരമ്പര്യത്തെ ചേർത്ത് നിർത്താൻ പറ്റും എങ്കിലും കിഡ്നി രോഗികൾ ജീവിതം കൊണ്ടുണ്ടാക്കി, നമ്മുടെ ശൈലി കൊണ്ടുണ്ടാക്കി എടുക്കുന്നതാണോ? ആണോ? സംശയ. ബഹുഭൂരിപക്ഷം രോഗങ്ങളും ജീവിതശൈലി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് രോഗങ്ങളെ നമ്മളായിട്ട് മാടി വിളിച്ച് കൂടെ കൊണ്ടുപോകുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റും. ജീവിതശൈലി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ള വാക്കായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് വഴങ്ങാം. നമ്മളിപ്പോൾ ഇംഗ്ലീഷൊക്കെ പറയുന്ന ആളുകളാണല്ലോ അല്ലേ? അനാരോഗ്യമായ ജീവിതശൈലി കൊണ്ട്, ജീവിതശൈലി കൊണ്ടല്ല, അനാരോഗ്യമായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് മുമ്പ് നമ്മൾ പറഞ്ഞ രോഗങ്ങളൊക്കെ. നമ്മുടെ ശൈലി മാറിയോ? നമ്മുടെ ജീവിതശൈലി മാറിയോ? മാറിയിട്ടില്ല. രാവിലെ നമ്മൾ എഴുന്നേക്കും, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കും. എഴുന്നേറ്റാൽ ഉടനെ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് നമ്മൾ കുടിക്കും. പച്ചവെള്ളം കുടിച്ച് അതുവരെ റെസ്റ്റ് ചെയ്ത് വിശ്രമിച്ച ശരീരത്തിന് സുഖമായി നമ്മുടെ വായിൽ നിന്ന് അന്നനാളത്തിലുള്ള പ്രവേശിച്ച് നമ്മുടെ കുടലുകളിൽ എല്ലാം കടന്നുപോയി നമ്മൾ പ്രാഥമിക കൃത്യനിർവഹണത്തിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ശരീരത്തെ ഒന്ന് ശുദ്ധീകരിച്ച് അതിനുശേഷം നമ്മൾ രാവിലെ ഇറങ്ങി നമ്മുടെ പഴയ മാവല പറിച്ച് പല്ല് തേച്ച്, ഉമ്മക്കരി കൊണ്ട് പല്ല് തേച്ച്, മുറ്റം വലിച്ച് അല്ലെ, കുനിയുക നിവരുക ചൂലുകൊണ്ട് മുറ്റടിച്ച് ഭർത്താവിനും മക്കൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകൾക്കും വേണ്ടി അമ്മിക്കല്ലിലോ അരകല്ലിലോ ഒക്കെ ധാന്യങ്ങൾ പൊടിച്ച്, അങ്ങനെയാണോ നമ്മൾ? അങ്ങനെ ആയിരുന്നോ നമ്മൾ? അങ്ങനെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ശൈലി മാറി അല്ലേ? നമ്മുടെ ശൈലി മാറി. നമുക്ക് മാറിയിട്ടുണ്ടോ? ഞാൻ പറയുന്നത് എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയണ്ട, മാറിയിട്ടുണ്ടെങ്കിൽ പറയാവുള്ളൂ അല്ലേ? രാവിലെ മുറ്റ അടിക്കുന്നത് നിർത്തി ഇപ്പൊ നമ്മൾ മുറ്റ കരികല കുത്തുന്നവരായി മാറി. ഒരു കമ്പിക്കേഷനുണ്ട്, അതിനെ കുത്തുക നമ്മൾ, അങ്ങനല്ലേ? എന്നാ എന്തുകൊണ്ടാ? നടുവ് അങ്ങോട്ട് വഴങ്ങി ചെല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെയല്ലേ? ആ നടുവ് വളയൂല്ല, നടുവിന് വേദനയാണ്, അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. തോട്ടിലെ കുളത്തിൽ പോയിട്ട് നീന്തി കുളിച്ചവരെ ഓർമ്മയിലല്ലാതെ അടുത്ത കാലത്തെ കാലുണ്ടോ? പോയാൽ തീർന്നു. മൊബൈലിൽ നമ്മുടെ പടം വരും അല്ലേ? അങ്ങനെ നമ്മുടെ കാലം. പോകാൻ പറ്റൂല. നമുക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റൂല. അങ്ങനെയാണ് നമ്മൾ അല്ലേ? അരകല്ലിൽ അരയ്ക്കുന്നവര് അമ്മയുണ്ട്, അമ്മയുണ്ട്. എല്ലാം നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ആകെ നമ്മുടെ കൂടുതൽ തല നിറച്ചൊരു അമ്മയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരാ. അതിന് ഇംഗ്ലീഷ് വാക്കല്ലേ ഡൈ. നമ്മളെല്ലാം ഇങ്ങനെ മരണം മരിച്ചുകൊണ്ടിരിക്കുന്നത്, തൂത്ത് മിടുക്കരായി കുട്ടപ്പന്മാരായി നിന്നിട്ട് അല്ലേ? അരകല്ലിൽ അരയ്ക്കുന്ന ആളുകളുടെ എണ്ണം മിക്സി അടിച്ചു കഴിയുമ്പോഴത്തേക്കും, ഇല്ലെങ്കിൽ ഗ്രൈൻഡർ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ധാന്യമൊക്കെ അരഞ്ഞു കുഴഞ്ഞ് പരുവത്തിലാക്കി നമ്മുടെ കയ്യിൽ കിട്ടും അല്ലേ? കൈയുടെ മസിൽസിനുള്ള ഏറ്റവും നല്ല വ്യായാമമായിരുന്നു വെള്ളം
കോരുന്നു. അങ്ങനെ സാധനം നമ്മുടെ കയ്യിലുണ്ടോ? അപ്പോൾ കിണർ പലയിടത്തുമില്ല. കിണറുണ്ടെങ്കിൽ തന്നെ കിണറിന് കപ്പിയില്ല. ഉണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനല്ലേ? കിണറുണ്ടെങ്കിൽ തന്നെ കിണറിന്റെ മൂടി നമ്മൾ സെറ്റാക്കി വെച്ച് കിണറിന് കപ്പിയില്ല, നമുക്ക് വെള്ളം വലിച്ച് നമ്മൾ കോരുന്നില്ല. ഉണ്ടോ? ഇല്ലല്ലേ? അമ്മായിമായിട്ടുള്ള സകല കലിപ്പും തീർത്ത് നമ്മൾ തുണിയെടുത്ത് കരിങ്കലിൽ ആഞ്ഞടിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അവരെ അടിക്കുന്ന ഒരു ആശ്വാസം നമുക്ക് കിട്ടുമായിരുന്നു, അല്ലേ? അങ്ങനെയായിരുന്നോ? ചെറിയ കലിപ്പൊക്കെ തീർക്കില്ല അടിക്കുമ്പോൾ ഉണ്ടെന്ന്. ആ പരിപാടി ഉണ്ടോ നമുക്ക്? ഇത് മാറിയിട്ട് ഏതെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും കറക്റ്റ് പരുവത്തിലാക്കി നമുക്ക് മെഷീൻ ഇളക്കി കൈ തരും, അല്ലേ? ഒന്ന് തേച്ചെടുത്താൽ മതി. തേച്ചുകൂടി തരുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മുടെ ജീവിത ശൈലി അപ്പാടെ മാറി. നമ്മൾ മാറിയോ? നമ്മൾ മാറിയിട്ടില്ല. നമ്മുടെ ശൈലി മാറിയെങ്കിലും നമ്മൾ മാറാതിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും കുറച്ച് ക്രമീകരണങ്ങൾ വരുത്തിയില്ല എങ്കിൽ, പണ്ടെങ്ങനെയായിരുന്നു? രാവിലെ സാധാരണ കുടുംബങ്ങളിലെ ആളുകൾ എഴുന്നേറ്റ് രാവിലെ പണിക്ക് പോകുന്നവർ അല്ലെങ്കിൽ കൂടത്തിൽ പണിയുന്നവർ അങ്ങനെയായിരുന്നില്ലേ? കളയ്ക്കുന്നു, മാന്തുന്നു, വെട്ടുന്നു, ചികയുന്നു, കല്ല് പൊട്ടിക്കുന്നു, അതടിച്ച് കെട്ടുന്നു. നല്ല കായിക അധ്വാനം ഉണ്ടായിരുന്നു. നമുക്കോ? ഒരു പണിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരെന്നോട് ഇപ്പം തന്നെ പൊക്കോളാൻ പറയും. നല്ല പണി അടുക്കളയിലുണ്ട്, പക്ഷെ ശരീരം അനങ്ങേണ്ട പണി നമുക്ക് കുറഞ്ഞു. സത്യത കേട്ടോ. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിലോ കുറവ് വരാതെ നമ്മള് അന്നദാതാവായ തമ്പുരാനോട് നമ്മൾ അന്നം മുട്ടിക്കാതെ നോക്കണേ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു മുട്ടും വരാതെ ശ്വാസം മുട്ടും വരെ കഴിക്കുന്നവരായിട്ട് നമ്മൾ മാറി, അല്ലേ? അങ്ങനെയല്ലേ സത്യം? വല്ല കുറവും വരുത്തിയോ? ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, കായിക അധ്വാനം വേണ്ടി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിനെ ഞാൻ കുറച്ചോ തിരിച്ചെത്തിരി കൂട്ടി വന്നു. കാലത്തിനനുസൃതമായി പുതിയ സാധനങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അതിന്റെ കൂടെ നമ്മൾ വിളിക്കാതെ തന്നെ നമ്മുടെ കൂടെ കുറച്ച് രോഗങ്ങളോട് പോകുന്നു. അതായത് നമ്മുടെ ഈ പുതിയ ജീവിത ശൈലി കൊണ്ട് നമ്മൾ നടക്കുന്നുണ്ടോ? നിങ്ങളുടെ അമ്മയോ അമ്മായിമ്മയോ ഒക്കെ ക്ഷേത്രത്തിൽ വന്നിരുന്നത് ഏറെ ദൂരം നടന്നാണ്. ഇപ്പൊ നമ്മൾ വരാൻ വേണ്ടി ഒന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം, നമ്മൾ വണ്ടിക്ക് വരും. ഇല്ല മക്കളെ ഇല്ല ഭർത്താവിനെ കൊണ്ട് വണ്ടിക്ക് വരും. ഇനി ഒന്നും പറ്റില്ല എങ്കിൽ ഓട്ടോറിക്ഷക്കാരനെ കൈ കാണിച്ച് നിർത്തി നമ്മളിങ്ങോട്ട് പോകും, അല്ലേ? നമ്മൾ നടക്കുന്നില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രത്യേകത, യന്ത്രവത്കൃതമായി നമ്മൾ മാറി. ഉപകരണങ്ങളിൽ നമ്മൾ ജീവിക്കും, അല്ലേ? മുഴുവൻ യന്ത്രങ്ങളുടെ സഹായത്തോട്. നമ്മുടെ കുറ്റമൊന്നുമല്ല. സൗകര്യങ്ങളും സംവിധാനങ്ങളും നമുക്ക് തന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കില്ല, ഉപയോഗിക്കണം. ഇങ്ങനെ ഉപയോഗിക്കുന്നതിനൊപ്പം നമ്മുടെ കായിക അധ്വാനം ഒരുപാട് കുറഞ്ഞു, അല്ലേ? പണ്ട് ചെയ്തിരുന്ന പോലെ, നമ്മൾ കുഞ്ഞുനാളിൽ ചെയ്തിരുന്ന അത്രയും പോലും ജോലി ഇപ്പം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോഴും ചെയ്യേണ്ടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. അപ്പൊ നമ്മുടെ കൂടെ കിട്ടിയിരിക്കുന്ന കുറച്ച് രോഗങ്ങളെ ചേർത്തിട്ടാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ജീവിത ശൈലി കൊണ്ട്, ലൈഫ് സ്റ്റൈല് കൊണ്ട് ഉണ്ടായിരിക്കുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുക. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ ഇവിടെ അമ്മ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങാം. ഒന്നാമത്തെ നമുക്കെല്ലാം അറിയാം. ഒന്നാമത്തേത് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹമാണ്, അല്ലേ? ഈ അടുത്ത നാളിൽ പത്രത്തിൽ വന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരണം. 2020 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ ആളുകളിൽ നടത്തിയ പഠനത്തിൽ കേരളത്തിൽ കിഡ്നി രോഗികളുടെ, വൃക്ക രോഗം ബാധിച്ച ആളുകളുടെ എണ്ണം 341% വർദ്ധിച്ചതായാണ് കണക്കുകൾ പറയുക. ഞാൻ പറഞ്ഞതല്ല, പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. 341% എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. 2020 കേരളത്തിലെ കിഡ്നി രോഗികളുടെ എണ്ണം 43,241 ആയിരുന്നത് 3 വർഷം കഴിഞ്ഞ് 2023 ആയപ്പോൾ 1,93,218 വളർന്നു. 341% വർധനവ് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തു. കിഡ്നി രോഗികളുടെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ പറയാം. അറ്റാക്കിന്റെ ലക്ഷണങ്ങളൊന്നും ആരും കാണിക്കരുത്. എന്റെയും നിങ്ങളുടെയും പ്രായത്തിലുള്ള 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ഈ പറഞ്ഞ കിഡ്നി രോഗികളായി വന്നിട്ടുള്ള ആളുകൾ എന്നാണ് രണ്ടാമത്തെ പഠനം. ഈ കിഡ്നി രോഗികളായിട്ട് പുതിയതായിട്ട് വന്ന കിഡ്നി രോഗികൾ, ഡയാലിസിസിലേക്ക് നീങ്ങുന്ന ഈ ആളുകൾ 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷവും. തീർന്നില്ല, ഇവരിൽ ഏറെ പേർക്കും ഇതോടൊപ്പം തന്നെ രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന BP ഉള്ള ആളുകളാണ്. ഇതെല്ലാം കൂടെ കൂടി കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്
നമ്മുടെ ജീവിത ശൈലിയെ ക്രമപ്പെടുത്തിയില്ല എങ്കിൽ നമ്മളും ഇത്തരം രോഗങ്ങളിലേക്ക് ചെന്നെത്തും എന്നുള്ളത് കൊണ്ടാണ് സ്വരുമ പാലിയേറ്റീവ് കെയർ എന്ന നേതൃത്വത്തിൽ ഇത്തരം പരിശ്രമങ്ങളുമായി നമ്മൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുക. സ്വരുമ പാലിയേറ്റീവ് കെയറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ വന്ന് ഞാൻ പറയേണ്ടതില്ല, കാരണം നമ്മുടെ ആളുകൾ വോളണ്ടിയർമാരായി രോഗികളെയും മറ്റാളുകളെയും കിടപ്പ് രോഗികളുടെ അടുത്തേക്ക് പോകുന്നതാണ്. അവരുടെയൊക്കെ അടുക്കൽ പോകുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവര് ഇന്നലകളിൽ നടത്തിയ അവരുടെ ജീവിത ശൈലി കൊണ്ടാണ് ഇന്ന് ഡയാലിസിസ് ചെയ്യേണ്ടി വരിക, കിഡ്നി രോഗികളായിരിക്കുക, അല്ലെങ്കിൽ പ്രമേഹ രോഗികളായിരിക്കുക, അല്ലെങ്കിൽ ബിപിക്ക് മരുന്ന് കഴിക്കേണ്ടി വരിക എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കണം, അത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുക. എന്നാ ഈ പ്രമേഹം? എന്നാ പ്രമേഹം? എല്ലാവരും പറയും ഷുഗറാ അല്ലേ? ഷുഗർ എന്നല്ലേ പറയാ? നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിന് കണക്കുണ്ട്. ചുമ്മാ പഞ്ചാര അടിക്കാൻ പാടില്ല. നമുക്കറിയാം, സാധാരണ ആളുകൾക്ക് പോലും അറിയാവുന്നതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്. ഞാനും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അരിയാകട്ടെ, അരിയാഹാരമാകട്ടെ, ഗോതമ്പാകട്ടെ, മൈദയാവട്ടെ, വറുത്തതാവട്ടെ, പൊരിച്ചതാവട്ടെ, ഏതുമാകട്ടെ, നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ച് ചവച്ച് സുന്ദരമായിട്ട് പല്ല് വെച്ച് അരച്ച് പരുവത്തിലാക്കി നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന കാര്യം പറഞ്ഞു, വെട്ടി വലിച്ച് കഴിക്കുന്ന കാര്യമല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ചവയ്ക്കുന്നൊന്നുമില്ല. ചവയ്ക്കുന്നില്ല എന്നുള്ള ഉറപ്പ് വല്ലപ്പോഴും ഛർദ്ദിക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ കഷ്ണമായിട്ടാണ്, അങ്ങനല്ലേ? അങ്ങനെ ഛർദ്ദിച്ച് നോക്കാതിരിക്കട്ടെ കേട്ടോ. നമ്മൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം, എങ്കിലേ നമുക്ക് ശരീരം, ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ശരീരം ആ പണിയും കൂടെ ചെയ്യണം. ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം. നമ്മൾ നന്നായിട്ട് ചവച്ച്. ചോറിന്റെ ചുവ എന്താ? ചോറിന്റെ രുചി എന്താ? ചോറിന്റെ രുചി എന്താ? ഉറപ്പാണോ? നമ്മുടെ പിള്ളേർക്ക് അറിയാമോ ചോറിന്റെ രുചി എന്താന്ന്? ചോറിന്റെ രുചി ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തെളിച്ച് ചോറിന്റെ രുചി അറിയാൻ പറ്റുമോ? വായിലിട്ട് നന്നായി ചവച്ച് അറിഞ്ഞു വരുന്ന പരുവത്തിലാണ് ചോറിന്റെ രുചി, മധുരം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക. നമ്മൾ ആ രുചിയൊന്നും അറിയുന്നില്ല, നമുക്ക് തിരക്കാണ്. ഇരുന്ന് കഴിക്കുന്നില്ല. നമ്മള് ഇരുന്ന് കഴിക്കണം എന്നാണ്, നിന്ന് കഴിക്കണം നിഷിദ്ധാന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. കാരണം ഇരിക്കുമ്പോൾ നമ്മുടെ വയറ് മടങ്ങി വരും, വയറ് നിറഞ്ഞൊരു ഫീല് നമുക്ക് പെട്ടെന്ന് കിട്ടും. നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്ന ഭക്ഷണം ഏതുമാകട്ടെ, നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ ഗുണങ്ങൾ മുഴുവൻ, പോഷക മൂല്യങ്ങൾ മുഴുവനും സ്വാഭാവികമായി നമ്മുടെ ശരീരം ആഗിരണം ചെയ്യും അല്ലേ? ആഗിരണം ചെയ്ത് രക്തത്തിലേക്ക് അലിഞ്ഞ് അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ കോശഭിത്തിക്കുള്ളിലേക്ക് ഈ പറയുന്ന പോഷക ഗുണങ്ങൾ മുഴുവനും കോശം വലിച്ചെടുക്കും. ഇങ്ങനെ കോശം ഈ പറയുന്ന പോഷക ഗുണങ്ങൾ കോശഭിത്തികൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ശരീരത്തില് പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഇൻസുലിൻ കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് പരിചയമുള്ള കാര്യമാണ്. ഈ പറയുന്ന ഇൻസുലിന്റെ ഉൽപാദനത്തിൽ വരുന്ന വ്യതിയാനമോ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ഉപയോഗിക്കപ്പെടാതെ വരികയോ ചെയ്യുന്നിടത്താണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമത്തിനും അപ്പുറത്തേക്ക് പോകുക. നമ്മളോട് രണ്ട് തരത്തിലാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എടുക്കാൻ പറയുക. ഒന്ന് ഭക്ഷണത്തിന് മുമ്പും, രണ്ട് ഭക്ഷണത്തിന് ശേഷവും. ഭക്ഷണം കഴിച്ചിട്ട് എത്ര സമയം കഴിയുമ്പോൾ ചെല്ലണമെന്നാ പറയുക? 2 മണിക്കൂർ. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഗുണങ്ങൾ സ്വാഭാവികമായും ശരീരമാകമാനം വ്യാപിക്കുകയും രക്തത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം ഉണ്ടോ എന്ന കാര്യം നോക്കാൻ പറ്റും. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ നിയന്ത്രിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അല്പം ശാസ്ത്രീയത ചേർത്ത് ഞാൻ പറയാം. നമുക്ക് സ്വാഭാവികമായി 2 തരത്തിലുള്ള പ്രമേഹങ്ങളാണ് ഉണ്ടാകുക. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റിക്സും, രണ്ടാമത്തേത് ടൈപ്പ് 2 ഡയബറ്റിക്സും. ഒന്നാമത്തേത് ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിലും ശരീരം അത് അബ്സോർവ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. നമ്മൾ സപ്ലിമെന്ററി ആയി ഇൻസുലിൻ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും അല്ലേ? ഗുളികയൊക്കെ മാറ്റി ഇൻസുലിൻ നമ്മൾ ഇഞ്ചക്ട് ചെയ്യും. നമുക്ക് ആളുകൾക്ക് അറിയാം, സാധാരണ ആളുകൾക്ക് പോലും അറിയാം. തൊക്ക് വലിച്ചു പിടിച്ചിട്ട് സിറിഞ്ചിൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരീരമാകമാനം ഇൻസുലിൻ ഉണ്ടാകും. രണ്ടാമത്തേത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ലാത്ത അവസ്ഥ. ഗർഭിണികളിൽ പ്രമേഹം ഗർഭകാലത്ത് ഒരുപക്ഷെ ഉണ്ടാവാം. അത് കാലക്രമത്തിലേക്ക് ഭാവിയിലേക്ക് ഡയബറ്റിക് പേഷ്യൻ്റ് ആവാനുള്ള ഒരു സാധ്യത മാത്രം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഗർഭാവസ്ഥയ്ക്ക് ശേഷം പ്രസവാനന്തരം ഈ പറയുന്ന പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ അപ്രത്യക്ഷമാകാറുണ്ട്. മറ്റൊന്ന് കൗമാരക്കാരില് പ്രമേഹം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരുകളൊന്നും ചെറിയ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? ഷുഗറാണെന്ന് പറഞ്ഞ് വരുന്ന പിള്ളേർ വരുന്നുണ്ട്.
അപ്പോൾ ഈ പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ടുള്ള വഴികൾ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പറയാം. ഏറ്റവും പ്രധാനമായ എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും അതിജീവിക്കാനായിട്ടുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മൾ ചെയ്താൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഒന്ന്, നമ്മുടെ ആഹാര രീതി മാറ്റുക. ഒന്ന്, ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നല്ല, ഭക്ഷണം യൂട്യൂബിൽ നോക്കി ഭക്ഷണം കഴിക്കാതിരുന്ന പെൺകൊച്ച് ഒന്നാന്തരം മരിച്ചു പോയി നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ച അല്ലേ? ഇപ്പം മുഴുവനും ഏറ്റവും വലിയ ഡോക്ടർ ആരാ? ഗൂഗിളിലാണ് കിടക്കുന്നത്. നമ്മൾ എന്തും ഏതിനും പോകും ഗൂഗിളിൽ നോക്കും. ഡോക്ടർമാർ ഗൂഗിളിൽ നോക്കിയാൽ കുഴപ്പമില്ല, കാരണം അവർക്ക് കുറച്ച് ഉയരമുണ്ട്, അവർക്ക് അതനുസരിച്ച് പറയുന്നത് ശരിയോ തെറ്റോ എന്നറിയാൻ പറ്റും. നമ്മൾ ഓടിപ്പോയി ഗൂഗിളിൽ നോക്കിയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് നടത്തുന്ന ജൽപ്പനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതേപടി വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ വെറുതെ ആപത്ത് കുറച്ച് സമയം കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാങ്ങരുത് എന്നുള്ള അഭ്യർത്ഥന എന്നോട് ചേർത്ത് പറയുകയാണ് കേട്ടോ. എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും മറികടക്കാനായിട്ടുള്ള ഒന്നാമത്തെ വഴി നമ്മൾ സ്വീകരിക്കേണ്ടുന്നത് ഭക്ഷണക്രമത്തിൽ ആഹാര രീതിയിൽ മാറ്റം വരുത്തണം. രണ്ടാമത്തത്, നമ്മൾ വ്യായാമം നടത്തണം, മനഃപൂർവ്വം വ്യായാമം നടത്തണം. കാരണം നമുക്ക് നിലവിൽ വ്യായാമം ഇല്ല. നമ്മുടെ ജീവിതശൈലി മാറിയത് കൊണ്ടാണ്. നമ്മൾ വ്യായാമം ഉറപ്പായും തുടങ്ങണം. അതെങ്ങനെ ചെയ്യാമെന്ന കാര്യം അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ പറയാം. മൂന്നാമത്തത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മാനസിക ഉല്ലാസത്തിന് ഉപകരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. അത് പറയാം. 1ാം ക്ലാസ്സിലെ കൊച്ചിന്ന് മാസത്തിന്റെ പരീക്ഷ ഭയങ്കര ടെൻഷനാണെന്ന് പറയും. ആ സാധനം എന്താണെന്ന് അവൻ അറിയത്തില്ല. അവൻ അച്ഛനും അമ്മയും കുറച്ചു കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന വാക്കിനെ വീണ്ടും അവനും എടുത്ത് ആവർത്തിച്ചിട്ട് അവൻ ടെൻഷൻ എന്താണെന്ന് അറിയാവോ? ഇല്ല. നമ്മുടെ ശരീരത്തിലെ സന്തോഷവും ദുഃഖവും ഒക്കെ വരിക ശരീരം ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളുടെ സാന്നിധ്യം കൊണ്ടാണ് അല്ലേ? ഹാപ്പിനെസ് ഹോർമോണുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ലോകമാകെ സന്തോഷ ദിനാചരണം നടത്തി. ഇന്ത്യയുടെ സ്ഥാനം, നമ്മുടെ സ്ഥാനം എത്രാണെന്ന് അറിയാമോ ലോകരാജ്യങ്ങളിൽ? നമ്മുടെയൊക്കെ സന്തോഷത്തിന്റെ അളവ് നോക്കിയപ്പോൾ സന്തോഷത്തിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ലോകരാജ്യങ്ങളിൽ 118ാമതാണ്. നമ്മുടെ അടുത്തുള്ള രാജ്യം പാകിസ്ഥാൻ അന്തർചിത്രമാണ്, പ്രശ്നമാണ്, ആഭ്യന്തര പ്രശ്നങ്ങളാണ്, അവിടെ ദുഃഖമാണ്, ദുരിതമാണ്, വേദനയാണ്, യാതനയാണ്, രോഗങ്ങളാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെക്കാൾ മുമ്പിലാണ് അവർക്ക് സന്തോഷം. ഫിൻലൻഡിലാണ് ഏറ്റവും സന്തോഷമുള്ള 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പലതും നമ്മുടെ മുമ്പിലാണ് സന്തോഷത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കുമ്പോൾ, നമ്മൾ ഈ ഒരു കൊച്ചു കൂട്ടായ്മ സന്തോഷത്തിലേക്കുള്ള വഴികൾ തേടുമ്പോൾ, നല്ല ജീവിതത്തിലേക്കുള്ള വഴികൾ തേടുമ്പോൾ, നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹം അത്തരത്തിലുള്ള സന്തോഷത്തിലേക്ക് വരും. അങ്ങനെ സംസ്ഥാനം വരും, അങ്ങനെ രാഷ്ട്രവും വളരും. അല്ലെ? വ്യക്തികളാണ് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ളത് കൊണ്ട് ആ ഒരു മാറ്റം നമുക്ക് നമ്മളിൽ തന്നെ തുടക്കം കൊടുക്കാനായിട്ട് കഴിയുന്നിടത്താണ്. അപ്പോൾ പ്രമേഹത്തെ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. രണ്ടാമത്തത് അമ്മ പറഞ്ഞത് തന്നെ ഞാൻ എടുക്കുകയാണ്. പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെ നാട്ടിൽ BP ഉണ്ടോ എന്ന് ചോദിച്ചാൽ നാട്ടിൽ ആളുകൾ പറയുക ഭാര്യയെ പേടിയുണ്ടോന്നാണ് കേട്ടോ. BP എന്ന് പറഞ്ഞാൽ ഭാര്യയെ പേടിയുണ്ടോന്നാണ് കേട്ടോ. നമ്മളെ ബ്ലഡ് പ്രഷർ, രക്താതി സമ്മർദ്ദം എന്നാണ് മലയാളത്തിൽ പറയുക. നമ്മുടെ ഹൈപ്പർ ടെൻഷൻ എന്നാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്, ഹൈപ്പർ ടെൻഷൻ. അത് നമുക്കറിയാം, അളവറിയാം, ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ പോകുമ്പോഴത്തേക്കും നേഴ്സ് വന്നിട്ട് കയ്യിൽ കെട്ടിയിട്ട് സ്റ്റെപ്പ് എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ചങ്ങത്തൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചോദിക്കും എത്രയുണ്ട്, നമ്മൾ ചോദിക്കില്ലേ? നമുക്കറിയാം കാര്യങ്ങളൊക്കെ. എത്രയാണ് വേണ്ടത്? 120/80 അല്ലേ? 80/120 അല്ലെ 120/80 എന്ന് പറയുമ്പോൾ നമുക്ക് കാണാപ്പാടുണ്ട്. ഇച്ചിരി വ്യത്യാസമൊക്കെ പുതിയ ജീവിത കാലഘട്ടത്തിൽ സമ്മർദ്ദം കൂടിയിട്ടുള്ളതുകൊണ്ട് വരാമെന്നാണ് പറയുക. അമേരിക്കയിലൊക്കെ നല്ല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാവരും കത്തിക്കയറണം എന്നല്ല കേട്ടോ. എവിടുന്ന ഈ രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞ സംഭവം എന്തുവാ? BP എന്ന് പറഞ്ഞ സാധനം എന്തുവാ? നമ്മുടെ ശരീരത്തിലെ രക്തധമനികളിൽ കൂടി രക്തം ഒഴുകുന്ന സമയത്ത് ഈ ഒഴുക്കിനിടയിൽ ഈ രക്തധമനിയുടെ ഭിത്തിയിൽ ഈ രക്തം ചെലുത്തുന്ന മർദ്ദം, പ്രഷറാണ് രക്തസമ്മർദ്ദം. കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ മിക്കവാറും വീട്ടിൽ നമുക്ക് ടാപ്പുണ്ട് അല്ലേ? നമ്മൾ ടാപ്പിൽ കൂടെ വെള്ളം എടുത്തിട്ട് വെള്ളമൊന്നും പോരുന്നില്ല നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ടാപ്പ് തിരിക്കുക, പാത്രം വയ്ക്കുക, അങ്ങനെയാണ് നമ്മൾ. ഈ ടാപ്പിന്റെ പൈപ്പിൽ കൂടിയാണ് വെള്ളം വരിക. ടാങ്കിൽ നിന്ന് നേരെ വരുന്നത് പൈപ്പിൽ കൂടിയാണ് വെള്ളം വരിക അല്ലേ? അപ്പൊ ഈ പറയുന്ന പൈപ്പ് നമ്മളൊരു 1 ഇഞ്ചിന്റെ പൈപ്പ്, 1 ഇഞ്ചിന്റെ പൈപ്പ് വെള്ളം ഇങ്ങനെ ശക്തമായി ഒഴുകി വരുന്ന സമയത്ത് ഈ പറയുന്ന വെള്ളം ഈ പൈപ്പിന്റെ സർഫസിൽ ഉപരിതലത്തിൽ ഒരു പ്രഷർ കൊടുക്കുന്നില്ലേ? അതുകൊണ്ടാണ് മേളിൽ നിന്ന് താഴത്തേക്ക് വെള്ളം ഒഴുകി വരിക. ഒരു സമ്മർദ്ദവും ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ ഈ വരുന്ന പൈപ്പ് നമ്മൾ 1 ഇഞ്ചിന്റെ പൈപ്പിന്റെ അവിടെ കണക്ട് ചെയ്തിട്ട് 1/2 ഇഞ്ചിന്റെ ഒരു പൈപ്പ് ഇട്ട് എങ്ങനെ ഇരിക്കും? അവിടെ വന്ന് പൊതിഞ്ഞ് ഇടിയായിരിക്കും. ഈ 1 ഇഞ്ച് എന്ന് പറയുന്ന വ്യാസത്തിലുള്ള പൈപ്പ് 1/2 ഇഞ്ചിലേക്ക് കയറാൻ വേണ്ടി വരുന്ന സമയത്ത് ആ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ജോയിന്റിന്റെ അവിടെ വലിയ പ്രഷർ കൊടുക്കും അല്ലേ? വലിയ പ്രഷർ ചെലുത്തും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രധാന ഘടകമായിട്ടുള്ളതൊന്ന് കൊഴുപ്പാണ്. വെട്ടിവലിച്ച് നമ്മൾ തിന്നുന്ന സാധനങ്ങൾ, അൽഫാമൊക്കെ പോയി നമ്മൾ അടിക്കുന്നില്ലേ വൈകിട്ട്? ആ സാധനം ദഹിച്ച് വരാൻ 3-4 മണിക്കൂർ വേണം. അതിന് മുമ്പേ നമ്മൾ സുഗന്ധത്തിന് പ്രാപിച്ചിരിക്കും. അപ്പൊ ശരീരത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം പണിയെടുക്കും അല്ലേ?
അപ്പോൾ ഈ പറയുന്ന രക്തം രക്തക്കുഴലിലൂടെ ഒഴുകി പോകുന്ന സമയത്ത് ആ കുഴലുകളുടെ ഉപരിതലത്തിൽ രക്തം ചെലുത്തുന്ന മർദ്ദം, നമ്മൾ ഒരു കുഴലിനകത്തേക്ക് പച്ചവെള്ളം ഒഴിച്ചു, അങ്ങ് ഒഴുകിപ്പോയി. സാമ്പാർ ഒഴിച്ചു, എങ്ങനെ ഇരിക്കും? വെള്ളം ഒഴുകി അതേ സ്പീഡിൽ ഒഴുകുമോ? രക്തത്തിന്റെ കൊഴുപ്പ് കട്ടി കൂടുമ്പോൾ എങ്ങനെ ഇരിക്കും? ഒഴുക്ക് എങ്ങനെ ഇരിക്കും? ഒഴുക്ക് കുറയും. ഒഴുക്ക് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന രക്തധമനികളുടെ ഇലാസ്റ്റികത അല്ലേ, രക്തം ഒഴുകി ചെല്ലുമ്പോൾ വികസിച്ച് വരാവുന്ന അവസ്ഥ എന്ന് പറയുന്നതിനെ കുറയും. ഇനി മറ്റൊരു ഉണ്ടാവാം, നമ്മൾ ബ്ലോക്ക് എന്ന് പറഞ്ഞ് വളരെ എളുപ്പത്തിൽ കാണുന്നത്, നമ്മൾ പോകുന്ന കൊഴുപ്പ് അടിയാൻ സ്വാഭാവികമായി. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് നിൽക്കുമ്പോൾ ബ്ലഡ് ഈ പറയുന്ന നമ്മൾ ഓരോ തവണയും ഹൃദയം ഇടിക്കുന്ന സമയത്ത് രക്തം, ശുദ്ധരക്തം പുറത്തേക്ക് ഒഴുക്കുകയാണ്. ഓക്സിജനും കൂടി ചേർത്തിട്ട് ആ രക്തത്തെ ശുദ്ധീകരിച്ച് ഹൃദയത്തിന്റെ അറകളിൽ നിന്ന് പുറത്തേക്ക് തള്ളി ശരീരമാകമാനം കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങ് ഒഴുകി പോകുന്ന സമയത്ത് നമ്മൾ കൈവച്ച് തടഞ്ഞു വെക്കുന്ന പോലെ വെച്ചാലോ, അവിടെ ചീർത്ത് വീർത്ത് എന്നാ വഴി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പൊട്ടും അല്ലേ? അപ്പോൾ പൊട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ബ്ലീഡിങ് ഉണ്ടായി അല്ലേ? ഇനി അതിനുവേണ്ടി ഡോക്ടർമാർ ചെയ്യുന്ന പണിയാണ് അപ്പുറം ഇപ്പുറം കണ്ടിച്ചിട്ട് ഇതിനെ മാറ്റിയിട്ട് അപ്പുറത്തോട്ട് ബൈപ്പാസ്. ടൗണിൽ തിരക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ബൈപ്പാസ് വഴി പൊക്കോളാൻ പറയും. ആ പരിപാടി തന്നെയാണ് നമ്മുടെ ശരീരം. അപ്പൊ എന്ത് ചെയ്യണം? രക്തത്തിന്റെ കൊഴുപ്പ് ശരിയായ രീതിയിൽ നിർത്താൻ നമുക്ക് പറ്റുമോ? പറ്റും. എന്നാ ചെയ്യണം? എല്ലാ ദിവസവും പോത്തിറച്ചിയും പന്നിയിറച്ചിയും ഒക്കെ മേടിച്ച് കഴിച്ചാൽ രക്തത്തിന്റെ കൊഴുപ്പ് തന്നെ കുറഞ്ഞു കിട്ടുമോ? കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ പറയുന്ന രക്തത്തിന്റെ കൊഴുപ്പ് നമ്മൾ പോയിട്ട് കൊഴുപ്പ് കുറയുന്ന ഒരവസ്ഥയിൽ സ്വാഭാവികമായും രക്തം നല്ല നിലയിൽ രക്തക്കുഴലിലൂടെ ഒഴുകാനുള്ള അവസ്ഥ ഉണ്ടാവും അല്ലേ? അപ്പം ഈ പറയുന്ന മർദ്ദം കൂടുമ്പോൾ, കൊഴുപ്പ് കൂടുമെന്നുണ്ടാവും, മർദ്ദം കൂടുമെന്നുണ്ടാവും. നമ്മൾ പറയും ബി പി കൂടി. മറ്റ് സാഹചര്യങ്ങൾ, മാനസികമായ പ്രശ്നങ്ങളൊക്കെ ബി പി ഉയർത്താൻ ഇടയാക്കാം. എങ്കിലും നമ്മുടെ ഭക്ഷണക്രമത്തിലൂടെ രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ബി പി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് കഴിയും. മൂന്നാമത്തെ നമുക്കറിയാവുന്ന സാധനമാണ് കൊളസ്ട്രോൾ അല്ലേ? കൊളസ്ട്രോൾ എത്രയാണ് പോയി നോക്കുന്നത്? നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ അറിയാവുന്നവരാവും എല്ലാവരും. എത്രയാണ് ടോട്ടൽ കൊളസ്ട്രോൾ വേണ്ടത്? 200. നമ്മൾ ചെറിയ ഡോക്ടർമാരാണ്, നമ്മളിതൊക്കെ പോയി ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും പോയി ലാബിൽ കൂടെ പോയിട്ട് ഇടയ്ക്ക് പോയി നോക്കിയിട്ട് പോയി അല്ലേ? നോക്കണം കേട്ടോ, നല്ലതാണ്. അപ്പോൾ 200 ടോട്ടൽ കൊളസ്ട്രോൾ വരണം. കൊളസ്ട്രോൾ വേണം, നമുക്ക് വേണം അല്ലേ? കൊളസ്ട്രോൾ നമ്മൾ പറയുന്ന സാധാരണ നമുക്കറിയാവുന്ന ഭാഷയുണ്ട്, HDL-ഉം LDL-ഉം. ഏതാ നല്ല കൊളസ്ട്രോള്? ഇംഗ്ലീഷ് അങ്ങ് വിട്ടേര്. ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും. HDL ആണ് നല്ല കൊളസ്ട്രോൾ. അത് നമ്മൾ മാറിപ്പോയാൽ ചീത്ത കൊളസ്ട്രോളും ഉണ്ട്, നല്ല കൊളസ്ട്രോളും ഉണ്ട്. നല്ല കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. അതാണ് ഹൃദയാഘാതം അടക്കമുള്ള കാര്യങ്ങളെ പ്രതിരോധിച്ച് നിർത്തുക. 200 എന്ന് പറഞ്ഞ ടോട്ടൽ കൊളസ്ട്രോൾ ആണെങ്കിൽ HDL എത്ര വേണം? നല്ല കൊളസ്ട്രോൾ എത്ര വേണം? മൊത്തം നമുക്കറിയാം അല്ലേ? നല്ല കൊളസ്ട്രോള് 150 മതിയോ? മേളിൽ പോകണം. ചീത്ത കൊളസ്ട്രോൾ എത്ര വേണം? എത്ര താഴെ നിൽക്കണം? എത്ര? 50 താഴെ നിൽക്കണം അല്ലേ? ഇതിനോട് ചേർത്ത് ഒരു വാക്കുകൂടി പറയാം. നമ്മൾ പോകുമ്പോൾ ലാബ് റിപ്പോർട്ടിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഡ്രൈ ഗ്ലിസറൈഡ് എന്ന് പറഞ്ഞൊരു വാക്കുകൂടി നമ്മൾ കാണാം. ചോറൊക്കെ സ്ഥിരം വെട്ടി അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന, ബോണസ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണിത് കേട്ടോ. അപ്പം ഇതാണ് കൊളസ്ട്രോളിനെ കുറിച്ച് പറഞ്ഞ്. ക്യാൻസറിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രതിവിധികളെ കുറിച്ച്, എങ്ങനെ നമ്മുടെ ശരീരം മാറ്റിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ചും ഈ സമയത്ത് നിന്നുകൊണ്ട് പറയാം. ക്യാൻസർ വരാനുള്ള സാധ്യത നമുക്കൊക്കെ ഉണ്ടോ? പേടിക്കൊന്നും വേണ്ട. എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ ഉണ്ട്. അതേപോലെ പ്രസന്നകുമാർ സാറ് വന്നിട്ടുണ്ട്. സാറൊക്കെ നമ്മുടെ എക്സ് സർവീസ്മാനാണ്. അദ്ദേഹം നമ്മുടെ പട്ടാളത്തിൽ സേവനം ചെയ്തിരുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും അയൽ രാജ്യങ്ങളിൽ നിന്ന് അക്രമകാരികൾ നുഴഞ്ഞു കയറാതിരിക്കാൻ വേണ്ടി ഉറക്കമുളച്ച് നോക്കിയിരിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് അല്ലേ? ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സെൽഫ് ഡിഫൻസീവ് മെക്കാനിസം, ഒരു സ്വയം പ്രതിരോധ സംവിധാനം എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ട്. അതായത് ക്യാൻസറസ് കോശങ്ങളുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ക്യാൻസർ. കോശങ്ങൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അത് അനിയന്ത്രിതമായി മൾട്ടിപ്ലൈ ചെയ്യുന്നിടത്താണ് നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുക. പാരമ്പര്യം ഒരു ഘടകമായി പറയുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഘടകമാണ് ജീവിതശൈലി.
ജീവിതശൈലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സംവിധാനത്തിൽ നിന്ന്, നമ്മൾ പാചകം ചെയ്യുന്ന സംവിധാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിക്കുന്ന രീതിയിൽ നിന്ന് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, വീട്ടിൽ പോയിട്ട് ഇന്ന് വലിച്ചെറിയേണ്ട, പൈന വലിച്ചെറിഞ്ഞാൽ മതി. നമ്മൾ നമ്മുടെ ചീനച്ചട്ടിയൊക്കെ മാറ്റി എണ്ണ തേക്കേണ്ടാത്തൊരു സൂത്രം നമുക്ക് കിട്ടി, പലരും ഫ്രീ ആയിട്ട് തന്ന് ആ സാധനം നമ്മൾ ഇന്ന വീട്ടിലെ മരക്കമ്പ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി അതിനകത്തല്ലേ ഉണ്ടാക്കുന്ന മുട്ട പൊരിക്കുന്നതും അല്ലേ? ആ സാധനത്തിൻ്റെ ശകലമൊക്കെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? 1,800 രൂപ കൊടുത്ത് മേടിച്ചതാണ്, 8,000 രൂപ കൊടുത്ത് മരുന്ന് മേടിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയാ കളയുന്നതെന്ന് ഓർത്ത് പിന്നെ ഇതിനകത്തിട്ടുകൊണ്ട് ചിക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇച്ചിരിച്ചേ അടന്നടന്ന് നമ്മുടെ പോത്തിറച്ചിയുടെ കൂടെയും പാവയ്ക്കാത്തോറിൻ്റെ കൂടെയും ഇങ്ങോട്ട് പോരും. ആ സാധനം എന്തായി മാറും? ആ സാധനം ചുമ്മാ കൊണ്ട് നമുക്ക് വലിയൊരു രോഗം തരും. ആ സാധനത്തിൻ്റെ പേരാണ് ക്യാൻസർ കേട്ടോ. ഇറച്ചിയൊക്കെ നന്നായിട്ട് കരിച്ച് നമ്മൾ മുറിച്ച് കഴിക്കുമ്പോൾ നമ്മളറിയാതെ കാർബൺ എന്ന് പറയുന്ന ഒരു സാധനം, കരി അതിനകത്ത് വരും. ആ സാധനം നമുക്ക് തിന്നാനൊക്കെ നല്ല സുഖമാണ്. വായിക്കൂടെ വെള്ളം വന്നില്ലേ? തിന്നാനൊക്കെ നല്ല സുഖമാണ്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞൊരു സാധനം കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ കുഞ്ഞുനാളിൽ അങ്ങനെ ആയിരുന്നോ? ഈ കുന്ത്രാണ്ടത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അല്ല, ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം നമ്മൾ തിരക്കുള്ളതുകൊണ്ട്, ഭയങ്കര തിരക്കുണ്ട്, നമുക്ക് മരിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ല. ജീവിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കും, തിന്നും, പിന്നെ വെക്കും, ചൂടാക്കും, തിന്നും. സ്വാഭാവികമായിട്ട് അതിൻ്റെ രാസഘടനയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? വ്യത്യാസം ഉണ്ടാവും. ആ സാധനം എന്തുകൊണ്ട് തരും? മുമ്പ് പറഞ്ഞ രോഗങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുതരും. പരിപാടി ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കുമ്പം ഫ്രിഡ്ജ് ഉപയോഗിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കാലഘട്ടത്തിൽ. നിങ്ങൾ വേണ്ടുന്ന സാധനം എടുത്ത് ചൂടാക്കുക, തിന്ന് തീർക്കുക. വീണ്ടും അത് കൊണ്ടുപോയിട്ട് നമ്മുടെ മോർച്ചറിയിലോട്ട് വെക്കരുത്. മരിച്ചത് കിടക്കുന്ന മോർച്ചറി കണ്ടിട്ടില്ലേ? അതിങ്ങനെ നെടുകനെ വെക്കും, നമ്മളിങ്ങനെ കുത്തനെ നിർത്തും. ആ സാധനം തന്നെയല്ലേ ഇത്? അതിനെയാണ് എഴുന്നേപ്പിച്ച് നിർത്തുമ്പോൾ നമ്മളതിനെ ഫ്രിഡ്ജിൽ നിന്ന് വിളിക്കും, പെടുത്തി കിടത്തുമ്പോൾ നമ്മളതിനെ മോർച്ചറി എന്ന് പറയും. രണ്ടും ഒരേ തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം അങ്ങനെ നമ്മൾ തിന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണ്? മുമ്പ് പറഞ്ഞ രാസഘടനയിൽ വരുന്ന, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ രാസഘടനയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല എ സിയിലിരുന്ന് പുറത്തോട്ടിറങ്ങി നല്ല വെയിൽ കൊണ്ട് തിരിച്ച് വീണ്ടും എ സിയിലോട്ട് കയറി എങ്ങനെ ഇരിക്കും? സുഖമായിരിക്കും, പരമ സുഖമായിരിക്കും. ജലദോഷം, പനി ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഊഷ്മാവിൽ നമ്മൾ സൂക്ഷിച്ചിരുന്ന, ഐസിനടുത്ത് ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥം എടുത്ത് ചൂടാക്കി 100 ഡിഗ്രിക്ക് മുകളിൽ ചൂടാക്കി നമ്മൾ വീണ്ടും കൊണ്ടുപോയി വെച്ച് തണുപ്പിച്ചു. അപ്പോൾ ഈ പറയുന്ന സംവിധാനത്തിലേക്ക് ഭക്ഷണ പദാർത്ഥത്തിൽ രാസഘടനയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് സ്വാഭാവികമായും വിഷകരമായ അവസ്ഥയിലേക്ക് മാറുകയും അതെല്ലാം നമ്മൾ നന്നായി കഴിക്കുകയും നമ്മൾ ഈ പറഞ്ഞ രോഗങ്ങളിലേക്ക് മാറുകയും ചെയ്യും. അപ്പം ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാം. നമ്മുടെ ഭക്ഷണക്രമം കൊണ്ട്, ജീവിതശൈലി കൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. BP നമുക്ക്, രക്താതി സമ്മർദ്ദത്തെ നമുക്ക് പ്രതിരോധിക്കാം, ഹൈപ്പർ ടെൻഷനെ പ്രതിരോധിക്കാൻ പറ്റും, കൊളസ്ട്രോളിനെ പ്രതിരോധിക്കാൻ പറ്റും. മുമ്പ് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ജീവിതശൈലി അങ്ങനെ ക്രമപ്പെടുത്താന്നുള്ളത് പറഞ്ഞാൽ നിർത്തിക്കൊള്ളാം. അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി നമ്മുടെ രാജ്യത്തെയാണ് 30%. അതായത് നമുക്ക് നമ്മുടെ പൊക്കവും ലിംഗവും പ്രായവുമായി സ്ത്രീകൾക്ക് വെയിറ്റ് വ്യത്യാസമുണ്ട്, പുരുഷന്മാർക്ക് വെയിറ്റ് വ്യത്യാസമുണ്ട്. നമ്മുടെ പൊക്കവും തൂക്കവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. നമ്മൾ ശാസ്ത്രീയമായി പറയുന്ന BMI എന്ന വാക്കാണ് നമ്മൾ അതിന് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, BMI. ഈ BMI എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊക്കെ നോക്കാം എളുപ്പത്തിൽ, അത്ര കൃത്യത്തിലുള്ളതല്ല, എളുപ്പത്തിൽ നോക്കാനുള്ള എളുപ്പം കൃത്യമായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ്, തൂക്കം കിലോഗ്രാമിലെ നിങ്ങളുടെ ഉയരം മീറ്റർ സ്ക്വയറിലാക്കുക, അതിനെ ഡിവൈഡ് ചെയ്യുക, കൃത്യമായ അളവ് കിട്ടും. അത് കിട്ടുന്നത് എത്രയാണെന്ന് നോക്കിയിട്ട് 4 നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒബീസ് എത്ര സ്റ്റേജിൽ വരുന്നു, പൊണ്ണത്തടി ഉണ്ടോ എന്നുള്ള നോക്കുന്ന സ്റ്റേജിലുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നോക്കാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഹൈറ്റ് എത്ര സെന്റിമീറ്റർ ഉണ്ട് എന്നുള്ള കാര്യം. ഹൈറ്റ് എത്ര സെന്റിമീറ്റർ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അപ്പം ഹൈറ്റും വെയിറ്റുമായിട്ടൊരു ബന്ധമുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ 160 സെന്റിമീറ്റർ ഉള്ള ഒരാൾ സ്വാഭാവികമായും 60 കിലോഗ്രാം, ഒരു നമുക്ക് അത്യാവശ്യം അറിയാൻ അരവണ്ണം നോക്കി നമുക്കറിയാൻ പറ്റും. ഏറ്റവും നല്ലത് BMI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പം ശാസ്ത്രീയമായി നിങ്ങൾ നോക്കുന്നുവെങ്കിൽ വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്നാണ് നമ്മൾ പറയുക കേട്ടോ. നിങ്ങൾക്ക് നോക്കാവുന്ന, കണക്കൂട്ടി നോക്കാവുന്ന ഒരു ടേബിൾ ഉണ്ട്. ടേബിൾ അനുസരിച്ച് പറയാൻ പറ്റും. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഡയറ്റീഷ്യൻ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കരുതെന്ന് പറയുന്നത് BMI കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. ഇത്തരം രോഗങ്ങൾ നമ്മുടെ കൂടെയുണ്ട്.
ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ചോറ് വാരി കഴിക്കുന്നു. ചോറ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ്. പെട്ടെന്ന് ചോറ് നിർത്താൻ പറഞ്ഞാൽ നമുക്കത് എളുപ്പമാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ചോറ് നിർത്തി ഗോതമ്പ് കഴിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരു വീട്ടിലെ കാരണന്മാരുടെ 2 പിള്ളേരെ പോലെ കണ്ടാൽ മതി. സ്വഭാവത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരെണ്ണം ചേർത്തിയാണെങ്കിൽ ഒരെണ്ണം അനിയത്തിയാണ്. നമ്മുടെ ആളുകളുടെ വലിയ തെറ്റിദ്ധാരണയാണ് ചോറ് കഴിക്കുന്നില്ല ഗോതമ്പാണ് കഴിക്കുന്നതെന്നാണ് പറയുക. ഒരു കാര്യമായ ഒരു നേട്ടവും അതുകൊണ്ട് നമുക്ക് ഉണ്ടാവാൻ ഇല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളെ പരിചയപ്പെടുത്താം. ഒന്നാമത്തെ കാർബോഹൈഡ്രേറ്റ്. നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വാക്ക് എന്ന് പറഞ്ഞാൽ അന്നജം എന്നാണ് പറയുക. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം. ഇപ്പോൾ ചോറ് എടുത്താൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള സാധനമാണത്. മുമ്പ് പറഞ്ഞ ഷുഗറിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ നമ്മൾ ചോറ് കഴിച്ചിട്ട് ഷുഗറുള്ള ആളുകൾ, പ്രമേഹമുള്ള ആളുകൾ ചോറ് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് ചോറിൽ. നമ്മൾ കഴിക്കുന്ന അരിയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് ചെറിയ പ്രായത്തിൽ നമ്മൾ കഴിച്ച അരിയും ഇപ്പോഴത്തെ അരിയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? എന്നാ വ്യത്യാസം? പണ്ട് നമ്മൾ കഴിച്ചിരുന്ന അരി തവിടുള്ള അരിയായിരുന്നു. ഇപ്പൊ നമ്മൾ ഒന്നാന്തരം സായിപ്പ് കൂട്ടന്റെ കൂട്ടിരിക്കുന്ന അരിയാണ്. കഴുകുമ്പം കയ്യിൽ നല്ല എണ്ണമയൊക്കെ വരും അല്ലേ? രാസപദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മെഷീൻ വഴി വരുന്നതിൻ്റെയൊക്കെ പ്രത്യേകതയായിരിക്കാം. അതവിടെ നിൽക്കട്ടെ. നമ്മൾ കഴിക്കുന്ന അരി, ഏറ്റവും അരി കഴിക്കുന്നുവെങ്കിൽ നമ്മൾ തവിടുള്ള അരി കഴിക്കണം. തവിടുള്ള അരി നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. അത് നമുക്ക് വിപണിയിൽ കിട്ടാനുണ്ട്, പക്ഷെ നമ്മളാരും വാങ്ങാറില്ല. തവിടുള്ള അരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബ്രാൻഡ് ഞാൻ പറയാം, അത് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. റോബിൻ ഫുഡ് എന്ന് പറയുന്ന ഒരു അരിയുണ്ട്. റോബിൻ ഫുഡ് കണ്ടാൽ തന്നെ നമുക്ക് നോക്കാൻ അത്ര താല്പര്യമില്ല. നല്ല തവിടിൻ്റെ കളറാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇച്ചിരി കഴിച്ചാൽ അന്നേരം തന്നെ വിശപ്പ് പോകും. ഒത്തിരി കഴിക്കൂല. വെള്ളച്ചോറ് കഴിക്കുന്നവരല്ല, ഇത്തിരി കഴിച്ചാൽ അന്നേരം വിശപ്പ് പോകും. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ ചെറിയ അളവേ ചോറ് കഴിക്കത്തുള്ളൂ. പെട്ടെന്ന് വിശപ്പ് പോകും, പെട്ടെന്ന് വയറ് നിറഞ്ഞായിട്ട് പോകും. ഇനി നമ്മൾ ഇപ്പോഴത്തെ അരിയാണെങ്കിൽ പോലും ഒരു സൂത്രവിദ്യ പറയുന്നുണ്ട്. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഷുഗർ നോക്കാൻ ചെല്ലുമ്പം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറയുന്നതിന്റെ കാര്യം, ഈ പറഞ്ഞ നമ്മൾ കഴിച്ച ദോശ ഇഡ്ഡലിയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്ര പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടുന്നു, രക്തത്തിലെ പഞ്ചസാരയിലേക്ക് അലിഞ്ഞു ചേരുന്നു. അതിനുശേഷം ഈ പറയുന്ന ഇൻസുലിന്റെ സാന്നിധ്യമോ അസാന്നിധ്യമോ പരിഗണിച്ചിട്ട് നമ്മുടെ ഈ പറയുന്ന കോശഭിത്തിയിലേക്ക് ഇടിച്ചു കയറി ശരീരത്തിനുള്ളിലേക്ക് പോഷകഗുണങ്ങളായി മാറ്റപ്പെടുന്നു എന്ന പ്രത്യേകത കൂടി കണക്കിലെടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം ശരീരത്തിലേക്ക്, ചോറടക്കമുള്ള ഭക്ഷണധാന്യങ്ങൾ വളരെ പെട്ടെന്ന് ശരീരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അടിച്ചു കയറ്റി കൊണ്ടുവരും. അപ്പം ഈ നമ്മൾ അരി കഴുകുന്ന സമയത്ത് അല്പം വെണ്ണയോ എണ്ണയോ പുരട്ടി ചോറ് വേവിച്ചാൽ ഒന്ന് നമ്മൾ കഴിക്കുന്ന അളവിൽ കുറവ് വരികയും ഈ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുന്നത്, അതായത് ഇത് ശരീരത്തിലേക്ക് ദഹിച്ചു ചേരുന്ന പ്രക്രിയയെ അല്പം സ്ലോ ചെയ്യാൻ, അല്പം സാവധാനത്തിലേക്ക് കൊണ്ടുവരാനായി നമുക്ക് കഴിയും എന്നാണ് പറയുന്നത്. ആ ഒരു സൂത്രവിദ്യ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാം. ശാസ്ത്രീയതയുടെ വലിയ ബലമില്ലെങ്കിലും പലരും ആവർത്തിക്കപ്പെടുന്ന ഒരു നിർദ്ദേശമാണത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്ന് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്, രണ്ടാമത് മുമ്പ് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു പോയ കൊഴുപ്പ്, ഫാറ്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തത് എന്ന് പറയുന്നത് പ്രോട്ടീൻ, മാംസം, നാലാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ്, പോഷകങ്ങൾ. ഇത്രയും ഇത് കൂടാതെ നമുക്കുണ്ട്. മൂലകങ്ങളുണ്ട്, ഒപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെള്ളമുണ്ട്, മിനറൽസ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളെ ചേർത്ത് നിർത്തുന്നത് ഉചിതമാണ്. അരി ആഹാരം പരമാവധി കുറയ്ക്കുക. നമ്മൾ സാധിക്കുമെങ്കിൽ 4 പ്രാവശ്യം, ഉറപ്പായും 3 പ്രാവശ്യം അങ്ങനെയുള്ള ചോറുണ്ണുക. അങ്ങനെയല്ല കഴിക്കുന്നത് ഇല്ലേ? പിടിച്ചു നിൽക്കാൻ വേണ്ടി ഷുഗർ അതിൻ്റെ ഏറ്റവും അത്യുന്നാവസ്ഥയിൽ എത്തിയപ്പോൾ നമ്മൾ കഴിക്കാൻ മേലാതെ വന്നപ്പോഴത്തേക്ക് ചോറ് ഭക്ഷിച്ചു. നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രയോഗം എന്ന് പറയുന്നത്, നമ്മൾ ഉച്ചക്ക് എന്തോ കഴിക്കുന്നത് ചോറും കറിയും അല്ലേ? ഇന്ന് നമ്മൾ പോകുമ്പോൾ തീരുമാനിക്കാനുള്ളൊരു കാര്യം, ഇനി മുതൽ നമ്മൾ കറിയും ചോറും കഴിക്കും. ചോറും കറിയുമല്ല, കറിയും ചോറും കഴിക്കും. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ? കറിയായിരിക്കും. ഇനി നമുക്ക് നമ്മളിങ്ങനെ ശീലിച്ചു പോയത് കൊണ്ട് ഇച്ചിരി അളവൊക്കെ കണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം, ചോറ് ആദ്യം എടുക്കണം, എന്നിട്ട് അതിൻ്റെ മേളിലേക്ക്, കറി ആദ്യം എടുക്കണം, കറിയുടെ മേളിലേക്ക് ചോറിടണം. അപ്പോൾ ഇച്ചിരി വലിയ ചോറുള്ളത് പോലെ നമുക്ക് തോന്നിക്കൊള്ളില്ല, നമുക്ക് വലിയ വിഷമായിരിക്കും. നമുക്ക് കഴിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ വിശപ്പ് തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറി അടക്കമുള്ള കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ചോറിൻ്റെ അളവ് കുറച്ച് കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൊണ്ടുവന്നില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഉറപ്പായും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ
പ്രമേഹ രോഗികളായി മാറും. നമുക്കിപ്പം തന്നെ തുടങ്ങാം, തീരുമാനം എടുക്കാം. ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഇപ്പം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം, കുറഞ്ഞ അളവിൽ കഴിക്കാം. മുമ്പ് പറഞ്ഞതുപോലെ ചോറും കറിയുമാണ് എല്ലാം കഴിക്കുന്നത്. കറിയും ചോറും ആക്കി കഴിക്കണം. ആദ്യം നമ്മൾ ചോറെടുത്ത് ശകലം പാത്രത്തിലിട്ട് അതിൻ്റെ മുഖത്തിലേക്ക് കറി ഇടുക. അങ്ങനെ കണ്ടാൽ നമുക്ക് വിഷമാണ്, കറി കൂടിയ പോലെ തോന്നും. അതുകൊണ്ട് തിരിച്ച് ചെയ്യണം കേട്ടോ. ആദ്യമേ കറി നല്ലതുപോലെ ഇടുക, അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ചോറിടുക. അപ്പോൾ ചോറ് ഒരുപാടുള്ളതുപോലെ നമുക്ക് തോന്നും. അങ്ങനെയാക്കി നമ്മുടെ ഭക്ഷണക്രമത്തെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് കഴിയണം. രണ്ടാമത് നമ്മൾ വരുന്ന കൊഴുപ്പാണ്. കുറച്ചുകൂടി വിശദീകരിച്ച് പറയാനുണ്ട്, ഞാൻ അത്ര പറയുന്നില്ല. കാർബോഹൈഡ്രേറ്റ് തന്നെ എളുപ്പത്തിലേക്ക് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതുണ്ട്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. അതിനൊക്കെ പോകുന്നില്ല. രണ്ടാമത്തെ നമ്മൾ ഫാറ്റാണ്, കൊഴുപ്പ്. കൊഴുപ്പ് നമുക്കറിയാം അല്ലേ? നമ്മൾ ഇറച്ചിയും പാലും വെണ്ണയും ഒക്കെ കഴിക്കുമ്പോൾ കൊഴുപ്പ് കൂടും. കൊഴുപ്പ് കൂടിയാൽ മുമ്പ് പറഞ്ഞുണ്ടായ കുഴപ്പമുണ്ടാകും. രക്തത്തിൻ്റെ കൊഴുപ്പ് കൂടും അല്ലേ? രക്തത്തിൻ്റെ കൊഴുപ്പ് കൂടിയാൽ രക്തക്കൊഴുപ്പ് കൂടി അങ്ങോട്ട് എളുപ്പത്തിൽ ഓടി പോകില്ല. പോകാതെ വരുമ്പം മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള മർദ്ദം, രക്തസമ്മർദ്ദം കൂട്ടും. രക്തസമ്മർദ്ദം കൂട്ടുമ്പം ബി പി കൂടും. ബി പി കൂടുമ്പം കൊഴുപ്പ് കൂടുന്ന നേരത്ത് കൊളസ്ട്രോൾ കൂടും. അസുഖങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പം നമ്മൾ ഈ പറയുന്ന കൊഴുപ്പടങ്ങിയ കൊഴുപ്പ് നമുക്ക് ആവശ്യമാണ്. കൊളസ്ട്രോൾ വേണം, നല്ല കൊളസ്ട്രോൾ വേണം. എങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന അടക്കം തടയാനായിട്ട് ശരീരത്തിന് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം. HDL വേണം, നല്ല കൊളസ്ട്രോൾ നമുക്ക് വേണം. ഒഴിവാക്കണമെന്നല്ല, നിയന്ത്രിച്ച് കഴിക്കണം. പരമാവധി റെഡ് മീറ്റുകൾ, അതായത് ചുവന്ന മാംസം ഒഴിവാക്കുക. പോത്ത്, പന്നി തുടങ്ങിയ സാധനങ്ങൾ പരമാവധി ഒരിക്കലും കഴിക്കരുതെന്നല്ല, സ്ഥിരമായി എല്ലാ നേരവും ഇതുണ്ടെങ്കിൽ ചോറിറങ്ങും എന്നുള്ള ചിന്തയിൽ നമ്മൾ മാറണം. വല്ലപ്പോഴൊക്കെ ഇച്ചിരി കഴിച്ചാലും കഴിക്കാതിരിക്കാൻ നമ്മുടെ തലമുറയ്ക്ക് പറ്റൂല. നമ്മളങ്ങനെ ശീലിപ്പിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ചെറുതായിട്ട് കഴിക്കാം. പക്ഷെ ഇത് സ്ഥിരമായി ഈ ഒരു സംവിധാനം ആവരുത്. അതുപോലെ മീനടക്കമുള്ള കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ, മാംസം നമുക്ക് കിട്ടുന്നതാണ് മീന്. മീനിലുള്ള, മത്സ്യത്തിലുള്ള omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് അല്ലേ? മീൻ നെയ്യൊക്കെ ചെറിയ പ്രായത്തിൽ കേട്ടിട്ടില്ലേ? മീൻ നെയ്യൊക്കെ നമ്മൾ, അപ്പം ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. പക്ഷേ നമ്മളൊരു സ്റ്റാറ്റസിന്റെ സിമ്പിളായി കാണുന്ന വലിയ കഷണമായി കിട്ടുന്ന മീനുകളല്ല നമുക്ക് നല്ലത്. മത്തിയും അയലയും ഒഴുകിയും ഒക്കെ പോലുള്ള ചെറിയ മീനുകളാണ് ശരീരത്തിന് നല്ല. അത്തരം മീൻ കൂടുതൽ കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കഴിക്കുമ്പോഴും നമ്മൾ പരമാവധി വറുത്ത് കഴിക്കാതിരിക്കാൻ നോക്കുക, കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പ്രധാനമായിട്ടുള്ളത് ഒരു 2 മിനിറ്റ് നിർത്തിയേക്കാം. വ്യായാമമാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടുന്നത്. നമ്മളിവിടെ ഒരു സംവിധാനം നമുക്കുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ചെറിയ കൂട്ടങ്ങളായി രാവിലെ നടക്കാൻ നോക്കുക അല്ലേ? വ്യായാമം പലതരത്തിലുണ്ട്. നമുക്ക് നടക്കുമ്പോൾ നമ്മൾ താളത്തിനനുസരിച്ചാണ് നടക്കുക. എയറോബിക് എക്സസൈസ് നമ്മൾ പറയും. നമ്മൾ ഓടും, ശരീരത്തിന് ബലം കിട്ടാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള എക്സസൈസുകളുണ്ട്. നമ്മൾ നാളെ പോയി കരിക്കലെടുത്ത് പോകണമെന്നല്ല ഉദ്ദേശിച്ച്, അത് നമുക്ക് ശരീരത്തിന് സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. അപ്പം അങ്ങനെയുള്ള വ്യായാമ മുറകളുണ്ട് നമുക്ക്. അപ്പം നമ്മൾ ചെറുതായെങ്കിലും നീന്തലൊക്കെ പോലുള്ള വ്യായാമങ്ങൾ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരേപോലെ വ്യായാമത്തിലേക്ക് ചേരുന്നതാണ്. നടത്തമാകാം, ഓട്ടമാകാം, എയറോബിക് ഡാൻസിങ് ആവാം, സ്വിമ്മിങ് ആവാം, സൈക്ലിംഗ് ആവാം. ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യാൻ നോക്കണം. ഇപ്പം ഞാൻ ക്രോഡീകരിക്കുകയാണ്. ഒന്ന്, ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തണം. മാറ്റങ്ങൾ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ രോഗങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുവാണ്. നമ്മൾ പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ കൂടെ നമുക്കുണ്ട്. രണ്ടാമത്, വ്യായാമം ഉറപ്പായിട്ടുണ്ടാകണം. മാനസിക സന്തോഷം കിട്ടുന്ന ഇതുപോലുള്ള കൂടി വരവുകളൊക്കെ അംഗങ്ങളാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി ആരോഗ്യം കിട്ടും. രോഗം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ പറയാം ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥയല്ല. നമ്മൾ പറയുന്നത് രോഗം വന്നില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടോന്നല്ല. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ബൗദ്ധികമായിട്ട്, ആത്മീയമായിട്ടും ഒക്കെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറയുക. വെൽബീയിങ് സ്റ്റേജ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുക. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞ സന്തോഷം. എന്നെ കേട്ട നിങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയത് ചോറുണ്ടെന്ന കാര്യത്തിലെങ്കിലും അല്പം കുറവ് വരുത്തും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു നേരം ചോറങ്ങ് മാറ്റിയിട്ട് ചെറുധാന്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടും. ചെറുധാന്യങ്ങൾ, പഞ്ചസാര അപ്പം പഞ്ചസാര നമുക്ക് ഒട്ടും വേണ്ട. ശരീരത്തിന് വേണ്ടാത്ത സാധനമാണ് പഞ്ചസാര. പഞ്ചസാര ഉപേക്ഷിച്ചാൽ തന്നെ നമ്മുടെ പകുതി രോഗങ്ങൾ ഒഴിവാക്കി കിട്ടും. നമ്മുടെ വനിതാ സമാജം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്ന ഒരു തീരുമാനമാണ് ഒരു നേരം പഞ്ചസാര വീട്ടിലില്ല. ആദ്യമൊക്കെ ഭർത്താക്കന്മാർ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. നമ്മൾ പിള്ളേരെ ആ ഒരു ചിട്ടിലേക്ക് വളർത്തിക്കൊണ്ട് വരിക. പഞ്ചസാര നമ്മുടെ ശരീരത്തിന് വേണ്ട. പഞ്ചസാര കഴിച്ചാൽ അതിനു മുമ്പ് ഞാൻ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ കലോറി, ഊർജം വെറുതെ കത്തിച്ച് ഞാൻ കളയും പഞ്ചസാര ലഭിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി സാറ് പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊരു കൂട്ടായ മുന്നേറ്റം നമ്മുടെ ഈ നാട്ടിലെ മറിയപ്പള്ളിയിൽ ഉണ്ടാവണം. നമ്മുടെ SNDPയുടെ നേതൃത്വത്തിൽ
ഷൈജു സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, ശ്രുതി സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ സജീവമായി നമ്മൾ പാലിയേറ്റീവ് രംഗത്ത് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. നമ്മൾ ഗ്രഹകേന്ദ്രീകൃതമായിട്ടുള്ള പാലിയേറ്റീവ് ശാന്തന പരിചരണം നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ കൂടെ ഒരുമിച്ച് പോകാൻ രോഗികളും ദുഃഖിതരും പീഡിതരും ആകുലരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോവാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഒരുമിച്ച് ഷൈജു സാറിനോടോ ശ്രുതി സാറിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ കൂടിവരവുകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഗുരുദേവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.